ഹലോ മക്കളെ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടി എജുപോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സെൽഫ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വേറെ ഒന്നുമല്ല, നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യം സാറേ ഓരോ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് ഒന്ന് പറഞ്ഞു തരുമോ? നിങ്ങൾ പറഞ്ഞ വേറെ ഒന്നുമല്ല, നിങ്ങൾക്കത് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇപ്പം നിങ്ങൾക്കറിയാം, ഒന്നാമത്തെ ചാപ്റ്റർ നിങ്ങളുടെ സ്റ്റാറ്റിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചിട്ട് കാര്യമില്ല, അതിന് എസ് ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. അതിനൊരു 3-4 മാർക്കിന് ചോദ്യങ്ങൾ വരാനേ പോകുന്നുള്ളൂ. അപ്പോൾ ഓരോ ചാപ്റ്ററിനും ഓരോ പരീക്ഷയ്ക്കും എത്ര മാർക്കാണ് വെയിറ്റേജ് ചോദിക്കുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളോട് മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഞാൻ മോഡൽ എക്സാം നടത്തിയ മോഡൽ എക്സാമിന് വേണ്ടി മാത്രമല്ല, ഓൾസോ ഇതെന്താണ് നമ്മുടെ പബ്ലിക് എക്സാം അഥവാ മാർച്ച് 2026 നമ്മുടെ പബ്ലിക് എക്സാം നടക്കുകയാണ് അല്ലേ. ആ സമയത്ത് എന്ത് ചെയ്യാം, അതിനേക്കും നിങ്ങളത് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ നോട്ട് ചെയ്തേക്കുക. ഓക്കെ, നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് പറയുന്ന സമയത്ത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എന്നിട്ട് അതെടുത്ത് പഠിക്കാൻ നോക്കുക. ഓക്കെ, നമുക്കറിയാം ഇന്ത്യൻ എക്കോണമി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് 9 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഓക്കെ, 9 ചാപ്റ്റേഴ്സ് ഉണ്ട്. എന്നാൽ സ്റ്റാറ്റിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് സ്റ്റാറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് 8 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. അപ്പോൾ 9, 8 മൊത്തം 17 ചാപ്റ്റേഴ്സാണ് നമ്മുടെ പ്ലസ് 1 പഠിക്കാനുള്ളത്. അപ്പോൾ എത്ര മാർക്കാണ്? 17 ചാപ്റ്റേഴ്സിനാണ് നമുക്ക് എന്ത് ചോദിക്കുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന 80 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഓക്കെ, ഇതിൽ പാസ് മാർക്ക് എന്ന് പറയുന്നത് എത്ര മാർക്ക് എഴുതി വാങ്ങണം? 24 എഴുതി വാങ്ങണം. ഓക്കെ, 24 നമ്മൾ എന്ത് ചെയ്യണം, എഴുതി വാങ്ങണം. പ്ലസ് അതിൻ്റെ കൂടെ സി മാർക്ക് ഒരു 6 കിട്ടിയാൽ 30 മാർക്ക് കൂട്ടിയിട്ടാണ് ചെയ്യുക. അപ്പോൾ ഡബിൾ പാസിന്, ഓക്കെ, ഡബിൾ പാസിന് ഇപ്പോൾ നിങ്ങൾ ചോദിക്കണം ഇതെന്താ സാറേ ഇങ്ങനെയൊക്കെ പറയുന്നത്, കാര്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഡബിൾ പാസിന് 48 മാർക്ക് നമ്മൾ എന്ത് ചെയ്യണം, എഴുതി വാങ്ങണം. പോരാ, നമ്മുടെ എ പ്ലസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 80-ൽ നിന്നും നമ്മളൊരു 70 മാർക്ക് സ്കോർ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏത് ലെവൽ വരെ എത്തിയിട്ടുണ്ടെന്ന് അളന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കൂടി ചെയ്യുന്നത്. അപ്പോൾ വെയിറ്റേജ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യൻ എക്കോണമിയിൽ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, അഥവാ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയം തൊട്ടുണ്ടായിരുന്ന ഇന്ത്യയുടെ അവസ്ഥ, അതായത് ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് എന്തായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറയുന്ന അത് കൃത്യമായിട്ട് പറയുന്ന ഒരു ചാപ്റ്ററാണ് ഈ പറഞ്ഞത്. പക്ഷേ അതിന് എത്ര മാർക്ക് ചോദിക്കുള്ളൂ? 3 മാർക്ക്. 3 മാക്സിമം പോയി കഴിഞ്ഞാൽ എത്ര മാർക്ക് ചോദിക്കാം? 4 മാർക്കിൻ്റെ ചോദ്യം വരാം. അത്രേ ഉള്ള സംഭവം. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ. രണ്ടാമത്തെ ചാപ്റ്റർ ഈ പറയുന്ന ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ എക്കോണമി 1950 to 1990, അഥവാ റിപ്പബ്ലിക് ആയതിനു ശേഷമുള്ള 1950 മുതൽ ഈ പറയുന്ന LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും പുതിയ പരിപാടികളെ കൊണ്ടുവരുന്നത് വരെയുള്ള 40 വർഷം. ആ 40 വർഷം ഇന്ത്യൻ എക്കോണമി എന്തായിരുന്നു? ഇന്ത്യയുടെ കാർഷിക മേഖല, ഇന്ത്യയുടെ വ്യവസായ മേഖല, ഇന്ത്യയുടെ സേവന മേഖല അല്ലെങ്കിൽ വിദേശ മേഖല എന്ന് പറയുന്ന ഈ മേഖലകളൊക്കെ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ചാപ്റ്ററാണ്. അവിടെ നിന്ന് നമുക്ക് എത്ര മാർക്കേ ഉള്ളൂ? 4 മാർക്കേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഒരേ സമയം ആ ചാപ്റ്റർ എന്തുണ്ട് 5 മാർക്കിനുള്ള ചോദ്യങ്ങളായിട്ടും വന്നിട്ടുണ്ട്. കാരണം ഗ്രീൻ റവല്യൂഷനൊക്കെ 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 5 മാർക്കിന് എന്ത് ചെയ്യാം, ചോദ്യം അവിടുന്ന് ആവർത്തിക്കപ്പെട്ടേക്കാം. ഇനി അടുത്തത് മൂന്നാമത്തെ ചാപ്റ്ററാണ്. ഈ പറയുന്ന മൂന്നാമത്തെ ചാപ്റ്റർ LPG എന്ന് പറയുന്ന ചാപ്റ്റർ ആക്ച്വലി നിങ്ങൾക്ക് എസ്സേ വരുന്ന ചാപ്റ്റർ. ഓക്കെ, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്ററാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ 8 മാർക്കിൻ്റെ ചോദ്യം വരുന്ന ഈ ചാപ്റ്ററിൽ ആകെ വെയിറ്റേജ് എത്ര പറഞ്ഞിട്ടുള്ളൂ? 6 പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എങ്ങനെ സാറേ എസ്സേ ക്വസ്റ്റ്യൻ വരാം? എസ്സേ ക്വസ്റ്റ്യൻ 8 മാർക്കാണ്, ഇവിടെ കൊടുത്തിരിക്കുന്ന 6 മാർക്കാണ്. പിന്നെ എന്താ സാറേ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. വേറൊന്നുമില്ല, ഈ വെയിറ്റേജ് എന്ന് പറഞ്ഞ സംഗതി ബേസിക് അഥവാ മിനിമം ഇത്ര. ഇപ്പോൾ നമ്മൾ പറയാറില്ലേ ഒരു സാധനത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് മാത്രം എന്ന് പറയുമല്ലോ, അതുപോലെ ഈ പറയുന്ന ചാപ്റ്ററിൻ്റെ ഏറ്റവും സ്റ്റാർട്ടിംഗ് പ്രൈസ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് മാർക്ക് മാത്രമാണ് 6 എന്ന് പറഞ്ഞത്. മിനിമം 6 മാർക്ക്, മാക്സിമം എത്ര വേണമെങ്കിലും ചോദിക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ 6 മാർക്ക് എന്നല്ല 8 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് എന്ത് വരാറുണ്ട്. അപ്പോൾ അതും ഒന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ ചാപ്റ്റർ, ഈ 3 ചാപ്റ്ററുകൾ ഇന്ത്യൻ എക്കണോമിക് ഹിസ്റ്ററിയാണ് പറയുന്നത്. എന്നാൽ ഇനി അടുത്ത ബാക്കിയുള്ള ചാപ്റ്റർ നാലാമത്തെ ചാപ്റ്റർ. ഓക്കെ, ഈ നാലാമത്തെ ചാപ്റ്റർ, അഞ്ചാമത്തെ ചാപ്റ്റർ, 6, ദെൻ 7, 8, ഈ പറയുന്ന 5 ചാപ്റ്ററുകളും ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് നേരിടുന്ന ഓരോ വെല്ലുവിളികളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ വെല്ലുവിളിയാണ് നമുക്ക് CBSEയിൽ NCERT ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ് പോവർട്ടി എന്ന് പറയുന്ന ചാപ്റ്റർ. പക്ഷേ കേരള സ്റ്റേറ്റ് സിലബസിൽ എന്ത് ചെയ്യാനുണ്ട്, ഇത് പഠിക്കാനുണ്ട്. അവിടെ നിന്നും 6 മാർക്കാണ് പറയുന്നത്. അല്ല, തെറ്റാണ്. എസ്സേ ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 8 മാർക്ക് വരെ എന്ത് ചെയ്യാം ചോദ്യം വരാവുന്ന ചാപ്റ്ററാണ്. ആ പറഞ്ഞ ചാപ്റ്റർ 6 മാർക്കിനല്ല, മിനിമം ആണ് 6 മാർക്ക് എന്ന് പറയുന്നത്. ഇനി അതേപോലെ ഹ്യൂമൻ ക്യാപിറ്റൽ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. അവിടെ നിന്ന് കുറച്ച് മാർക്കിനെ ചോദിക്കുള്ളൂ. എത്ര മാർക്കിന് ചോദ്യം വരിക? ഒരു 4 മാർക്കൊക്കെ. സാധാരണ 4 മാർക്കോ 5 മാർക്കൊക്കെ തന്നെ വരാറുള്ളൂ. അതിൽ കൂടുതൽ എസ്സേ ക്വസ്റ്റ്യൻ ഒന്നും എന്ത് ചെയ്യാറില്ല, ആ ചാപ്റ്ററിന് വരാറേ ഇല്ല. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 6ാമത്തെ ചാപ്റ്റർ റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതും ഇന്ത്യയുടെ കാർഷിക രംഗത്ത് ഉണ്ടായിരുന്ന കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ ഇന്ത്യ നേരിടുന്ന സാമ്പത്തികമായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഈ ഗ്രാമീണ വികസനം 5 മാർക്കാണ്. പക്ഷെ 5 മാർക്കല്ല, അവിടെ എന്ത് ചെയ്യുന്നുണ്ട് എസ്സേ ക്വസ്റ്റ്യൻ വരുന്ന 8 മാർക്കിൻ്റെ ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ 8 മാർക്ക് എന്ത് ചെയ്യാം എസ്സേ വരെ വരാവുന്ന ചാപ്റ്ററാണ് ഈ പറഞ്ഞത്. അപ്പോൾ നോക്കിയേ, ഇന്ത്യൻ എക്കോണമിയിൽ 3 എസ്സേക്കുള്ള ചാൻസുകൾ
നമ്മളിവിടെ പറഞ്ഞു വെച്ചു. ദെൻ നാലാമത്തെ ചാപ്റ്റർ എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത് ഇൻഫോർമലൈസേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. വലിയൊരു ചാപ്റ്ററാണെങ്കിൽ കുറച്ച് മാർക്ക് ചോദിക്കുള്ളൂ, ഒരു 3 അല്ലെങ്കിൽ 4 മാർക്കിനൊക്കെ തന്നെ എന്ത് ചെയ്യാറുള്ളൂ, ചോദ്യം വരാറുള്ളൂ. ഇനി ഈ പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് 2 ചാപ്റ്റർ ഉണ്ട്. ഒന്ന് എൻവയോൺമെൻറ്റ്, പരിസ്ഥിതി എന്ന് പറയുന്ന ചാപ്റ്റർ, ആ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ്. അവിടുന്ന് എസ്സേ ചോദിക്കുന്ന ചോദ്യമാണ്, അല്ലെങ്കിൽ എസ്സേ ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ നിന്നും 8 മാർക്കിൻ്റെ ചോദ്യം വരാറുണ്ട്. ഓക്കെ, അപ്പോൾ 8 മാർക്കിന് എത്ര ചാപ്റ്റർ ഞാൻ പരിചയപ്പെടുത്തി, 4 ചാപ്റ്ററുകൾ പരിചയപ്പെടുത്തി. നിർബന്ധമായിട്ടും ഈ 4 ചാപ്റ്ററുകൾ പഠിച്ചോക്കണം, കാരണം അതിൽ നിന്നാണ് എസ്സേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരും. ഓക്കെ, 3 എസ്സേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൽ 2 ഇന്ത്യൻ എക്കോണമി ആയിരിക്കും, അതിൽ ഈ 2 ഈ പറഞ്ഞ 4 ഏതെങ്കിലും 2 ആയിരിക്കും ഉണ്ടാകുന്നത്. ഇനി ലാസ്റ്റ് ചാപ്റ്റർ കമ്പാരിറ്റീവ് ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന 9ാമത്തെയും അവസാനത്തെ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ ആക്ച്വലി എന്താണ്, ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ ഈ 3 രാജ്യങ്ങളെ കമ്പയർ ചെയ്യണം. അപ്പോൾ ചെറിയ ചെറിയ മാർക്കിനുള്ള ചോദ്യം, അഥവാ 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിനൊക്കെ എന്ത് ചെയ്യാറുള്ളൂ, ചോദ്യങ്ങൾ വരാറുള്ളൂ. അപ്പോൾ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു 40 മാർക്കിനാണ് ഇന്ത്യൻ എക്കോണമി ഉള്ളത്. ഓക്കെ, അപ്പോൾ 40 മാർക്ക് ഇന്ത്യൻ എക്കോണമി ഉണ്ട്. ഇനി അടുത്തത് നമ്മുടെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിയാണ്. ഓക്കെ, സ്റ്റാറ്റി നിങ്ങൾ ശ്രദ്ധിക്കുക. സ്റ്റാറ്റിയിൽ 1 മുതൽ 8 വരെ ചാപ്റ്റർ ഉണ്ട്. അതിൽ 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് 2 മാർക്കാണ് പറയുന്നത്. പക്ഷേ 2 മാർക്കിൽ ആക്ച്വലി എന്ത് ചെയ്യാറുണ്ട്, 3 മാർക്ക് വരെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, എന്താണ് സ്റ്റാറ്റി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത്, സ്റ്റാറ്റിയും എക്കണോമിക്സും തമ്മിലുള്ള ബന്ധമൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ 3 മാർക്ക് വരെ എന്ത് ചെയ്യാം, ആ ചോദ്യം വരാം. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കളക്ഷൻ ഓഫ് ഡാറ്റ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ചാപ്റ്ററാണ്. 7 മാർക്കാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ പോലും 7 അല്ല 10 മാർക്ക് വരെ എന്ത് ചെയ്യാറുണ്ട്, പോകാറുണ്ട്. അപ്പോൾ 10 മാർക്ക് വരെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന് എക്സ്പെക്ട് ചെയ്യാം. ദെൻ 3ാമത്തെ ചാപ്റ്ററാണ് കളക്ഷൻ ഓഫ് ഡാറ്റ കഴിഞ്ഞതിന് ശേഷം ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ, ദത്തങ്ങളുടെ വർഗ്ഗീകരണം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ വർഗ്ഗീകരണം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഈ ചാപ്റ്ററിന് 4 മാർക്കിനൊക്കെ ചോദ്യം വരാറുണ്ട്. 4 ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, 5 ഒക്കെ ആയിട്ട് മാറാറുണ്ട്. അത്രേ മാറ്റമുള്ളൂ, വലിയ മാറ്റങ്ങളൊന്നും കാര്യമായിട്ട് ഉണ്ടാവാറില്ല. എന്നാൽ ഈ പറഞ്ഞ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ 4ാമത്തെ ചാപ്റ്ററാണ്. അവിടെ നിന്നും എസ്സേ ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്ററാണ്. എസ്സേ ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്ററാണ്. അത് 8 മാർക്കാണ് പറയുന്നത്. പക്ഷേ 8 മാർക്ക് ഒറ്റ ചോദ്യത്തേക്കാൾ 5 മാർക്ക് 3 മാർക്ക് 4+4 2+6 എന്ന ലെവലിലൊക്കെ എന്ത് ചെയ്യാം, ചോദ്യമായിട്ട് വരാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എന്ത് ചെയ്യും, നിങ്ങളെ കൊടുക്കാനുള്ള ഒരു ചാപ്റ്ററാണ് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ദത്തങ്ങളുടെ അവതരണം എന്ന് പറയുന്ന ചാപ്റ്റർ. അതിൽ 8 മാർക്കിന് ചോദ്യം വരാറുണ്ട്. ഇതും എന്ത് ചെയ്യാം, നമുക്ക് എസ്സേ ചാപ്റ്ററിൽ പ്രതീക്ഷിക്കാം. പക്ഷേ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഒരു 99% എസ്സേ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ പറയുന്നു, ഇപ്പോഴും പറയുന്നു, 99% നിങ്ങളുടെ പരീക്ഷയ്ക്ക് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സ്റ്റാറ്റിൽ നിന്നും ചാൻസ് ഉള്ള ആ ചാപ്റ്റർ എന്ന് പറയുന്നത് വേറെ ഏതുമല്ല, നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇവിടെ നിന്നുമാണ് നിങ്ങളുടെ എസ്സേ ക്വസ്റ്റ്യൻസ് വരിക. ആ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 8 മാർക്കിൻ്റെ ചോദ്യമായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും അതായത് ഫൈനൽ എക്സാമിനും ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടു, ഈ പറഞ്ഞ വാക്കുകൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എസ്സേ വെച്ച് ചോദിക്കുന്ന ചാപ്റ്ററാണ് ഈ പറയുന്നത് 5ാമത്തെ ചാപ്റ്റർ. വളരെ നിർബന്ധമായിട്ട് എല്ലാവരും ആ ചാപ്റ്റർ പഠിച്ചിരുന്നു. ദെൻ 6ാമത്തെ ചാപ്റ്ററുള്ള ഇൻഡെക്സ് നമ്പർ, 7ാമത്തെ ചാപ്റ്റർ കോറിലേഷൻ എന്ന് പറയുന്നത്. അങ്ങോട്ടോട്ട് മാറിയതാണ്. ആക്ച്വലി 6ാമത്തെ ചാപ്റ്റർ ഏതാണ്, ഇൻഡെക്സ് നമ്പറും 7ാമത്തെ ചാപ്റ്റർ ഏതാണ്, കോറിലേഷനുമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ 7ാം ചാപ്റ്ററുള്ള ഇൻഡെക്സ് നമ്പറിൽ നിന്നും അതുപോലെ തന്നെ 6ാം ചാപ്റ്ററുള്ള കോറിലേഷനിൽ നിന്നും 5+4 രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ശരിക്കും എത്ര മാർക്കാണ്, 10 മാർക്ക് ചോദ്യം വരാറുണ്ട്. അപ്പോൾ ഇൻഡെക്സ് നമ്പറിന് ശരിക്കും 4 മാർക്കിന് അത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞ കോറിലേഷൻ എന്ത് ചെയ്യാറുണ്ട്, 5 ആവാം 4 ആവാം 6 ആവാം ഏത് ലെവലിലേക്കും പോകാറുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ലാസ്റ്റ് ചാപ്റ്റർ 8ാമത്തെ ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിന് ആകെ 2 മാർക്ക് ചോദിക്കാറുള്ളൂ. എന്താണെന്ന് അറിയില്ല, അപ്പോഴും അത് 2 മാർക്കിനെ ചോദിക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ എത്ര മാർക്ക് കിട്ടി, മൊത്തം 40 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ. അപ്പോൾ 2 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തം കിട്ടാൻ പോകുന്ന മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മാർക്ക്, സോറി 40 കൂട്ടി 80 മാർക്കാണ്. അപ്പോൾ അതിൻ്റെ വെയിറ്റേജ് ഞാൻ കൊടുത്തിട്ടുണ്ട് സ്റ്റാറ്റിയിൽ 1 മുതൽ 8 വരെയുള്ള ചാപ്റ്റർ കേട്ടോ. അപ്പോൾ നമ്പറിട്ട് ഞാൻ കൊടുത്തുള്ളൂ. അപ്പോൾ ഈ വെയിറ്റേജ് നമ്മൾ ഓൾറെഡി പറഞ്ഞ വെയിറ്റേജ് തന്നെയാണ്. ഇങ്ങനെയാണ് നമ്മുടെ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുക, വെയിറ്റേജുകൾ തന്നിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ അത് അറിഞ്ഞ് പഠിക്കുക. കാരണം നമ്മൾ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ ഒരാളെ തല്ലുമ്പോൾ മർമ്മം നോക്കി തല്ലണമെന്ന് പറയാറല്ലേ, അല്ലെങ്കിൽ ചേരയെ തിന്ന് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അതിനെ തിന്ന് നടക്കണ്ട നിന്നൊക്കെ പറയാറ്. ഒക്കെ പോട്ടെ, നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി, പരീക്ഷയാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണോ ദുർബലമായിട്ടുള്ള കാര്യങ്ങൾ, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ വീക്കസ്റ്റ് പോയിന്റ് എന്താണ്, നിങ്ങളുടെ സ്ട്രോങ്ങസ്റ്റ് പോയിന്റ് എന്താണ്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുക. കാരണം തീർച്ചയായിട്ടും പഠിക്കുന്ന ഒരാൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന എക്സാമാണ് ഈ വരാൻ പോകുന്ന എക്സാമുകളൊക്കെ. അപ്പോൾ നന്നായിട്ട് ചെയ്യാൻ എല്ലാവരും കൊണ്ട് സാധിക്കട്ടെ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുപോർട്ട്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.